everyone, welcome to a new episode of 365 Days of English. I am Shruti. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൽ എന്നാൽ എന്തായിരുന്നു? ചെയ്യും, ആകും. ഓക്കെ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. അപ്പം വുഡ് എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വാസ് എന്നാൽ എന്തായിരുന്നു? ആയിരുന്നു. വാസ് വെർ ആയിരുന്നു. ഇവിടെ വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്. വുഡിൻ്റെ മലയാളം വരുന്നത് ചെയ്യുമായിരുന്നു, പറയുമായിരുന്നു, പഠിക്കുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ എനിക്ക് പറയണം ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ നന്നായി പഠിക്കുമായിരുന്നു. When I was a student, I would study well. When I was in London, I would speak English very well. ഞാൻ ലണ്ടനിലായിരുന്നപ്പോൾ വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. When I was a child, I would swim. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ നീന്തുമായിരുന്നു. അപ്പം ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. വുഡിൻ്റെ വേറൊരു യൂസേജ് വരുന്നത് നമുക്കൊരാളോടൊരു റിക്വസ്റ്റ് ചോദിക്കണം. ലൈക്ക് നിങ്ങൾക്കത് ചെയ്യാൻ തോന്നുന്നുണ്ടോ, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് വുഡ് യു ലൈക്ക്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പം അവിടുന്ന് അവർ ചോദിക്കുക, നോർമലി അവർ ചോദിക്കുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, എന്താണ് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി, എനിക്ക് കോഫി കുടിക്കാനാണ് തോന്നുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി. അതുപോലെ വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ്, ഞങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്, ഐ വുഡ് ലൈക്ക് ടു ജോയിൻ വിത്ത് യു. വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ എ മൂവി ടുനൈറ്റ്? വുഡ് യു ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് അസ്? ഓക്കെ, അപ്പം ഒരാളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വുഡ് യു ലൈക്ക് ചോദിക്കാം. അതുപോലെ വുഡ് യു പ്ലീസ് ചോദിക്കാം. നമ്മൾ കുഡ് പഠിച്ചപ്പോൾ പറഞ്ഞു കുഡ് യു പ്ലീസ്, ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ കുഡ് യു പ്ലീസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏകദേശം ഒരു സെയിം മീനിങ് ആണ് എവിടെയും വരുന്നത്. വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് പാസ് മി ദ സോൾട്ട്. ഓക്കെ, അതുപോലെ ഒരു റിക്വസ്റ്റ് നമുക്ക് വുഡ് വെച്ചിട്ട് ചോദിക്കാം. ഇനി വുഡിൻ്റെ വേറൊരു യൂസേജ് വുഡ് യു മൈൻഡ് എന്ന് വെച്ചാൽ വിരോധമില്ലെങ്കിൽ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ സെൽഫി വിത്ത് യു, ഞാനൊരു സെൽഫി എടുക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ആ ജനൽ അടച്ചോട്ടെ. അതുപോലെ വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്വിച്ച് ഓൺ ദ ഫാൻ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തോട്ടെ. അപ്പം ഒരാളോട് പൊളൈറ്റായിട്ട്, വളരെ പൊളൈറ്റായിട്ട് നമുക്ക് ചോദിക്കാൻ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനത് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ വിൽ എന്താണെന്ന് പഠിച്ചു, വുഡ് എന്താണെന്ന് പഠിച്ചു, വുഡിൻ്റെ പലതരം യൂസേജസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് കോണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.